ഇത് നമ്മുടെ സ്പെഷ്യൽ കാനഡ സ്പെഷ്യൽ പുഴുകാണ്. അപ്പൊ അന്ന് നമ്മളോട് പലരും എടുക്കണ്ട, കൊണ്ടുപോകണ്ട, വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു സാൽമൺ തല ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്ത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും, കാണാനും നല്ല രസമായിരിക്കും. അതിന് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് നോക്കിക്കോളൂ. നമുക്കൊരു സൈഡിൽ നിന്ന് കഴിച്ചെടുക്കാം അല്ലേ. സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി. എല്ലാ സാധനങ്ങളും ബാലൻസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടായ പുഴുക്കായിരിക്കും ഇത്. കാച്ചിലും ചേനയും ചേമ്പും കമത്തിക്കും തല കൊണ്ടുവന്നപ്പോ എന്നോട് കഴിക്കത്തില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഷാർസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നും അല്ല, പണ്ടത്തെ നമ്മുടെ ഒരു സാൽമൺ വേട്ട എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അന്ന് നമ്മളോട് പലരും എടുക്കണ്ട, കൊണ്ടുപോകണ്ട, വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു സാൽമൺ തല ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്ത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആ സാൽമൺ തല നല്ല കോട്ടയം സ്റ്റൈലില് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ തലക്കറിയുടെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം കൂടി വേണമല്ലോ. അപ്പൊ അതിന് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഐശ്വര്യമായിട്ട് നമ്മൾ ഒരു ചെറിയ പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുവാതിര പുഴുക്കെന്നോ വൃശ്ചിക പുഴുക്കെന്നോ എന്ത് വേണേലും വിളിക്കാം. പക്ഷെ ഇത് അതൊന്നും അല്ല. ഇത് നമ്മുടെ സ്പെഷ്യൽ കാനഡ സ്പെഷ്യൽ പുഴുക്കാണ്. ചുമ്മാ പറഞ്ഞാട്ടോ, കാനഡ സ്പെഷ്യൽ പുഴുക്കെന്ന് പറഞ്ഞൊന്നുമില്ല. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറിയല്ല, ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് നമ്മളൊരു പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ വേഗം തന്നെ നമുക്ക് പുഴുക്കും തലക്കറിയൊക്കെ കൂട്ടിയുള്ള സ്പെഷ്യൽ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ പുഴുക്കിന് വേണ്ട സാധനങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ നമ്മുടെ സാധാ ടപ്പിയോക്ക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒറിജിനൽ ടപ്പിയോക്കയാണ് കേട്ടോ, കപ്പ, പിന്നെ നമ്മുടെ വാഴയ്ക്ക, പിന്നെ നമ്മുടെ ചേമ്പ്, പിന്നെ നമുക്ക് എലിഫന്റ് യാം കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം യെല്ലോ യാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ് നമ്മുടെ ചേന. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് പുഴുക്കുണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വേഗം തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് ഇടട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാനേ. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ മൺചട്ടിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കടുകിടുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒട്ടും സമയം കളയാതെ നമ്മള് ഉലുവ ചേർക്കുന്നു. ഉലുവയും കൂടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ചെറിയതായിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളക്കി അതും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറുള്ളി ചേർക്കുന്നു. ചെറുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആദ്യം ചേർക്കുന്നതാണ് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു, 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതും ഒന്ന് മൂത്ത് വരുന്നിട്ട് വേണം നമുക്ക് മുളക് പൊടി ഇടാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിടാം. ഞാനിപ്പം ഒരു 3 സ്പൂൺ സാധാരണ മുളക് പൊടിയും 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇടുവാണേ. എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കിക്കൊണ്ട് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ ഇത് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ മസാല ഒന്ന് മൂത്ത് മസാല അല്ല, നമ്മുടെ പൊടികൾ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചു. പുളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു ഒന്നും കൂടി നല്ലതാണേ. എന്നിട്ട് ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മീൻകറി നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഒരു 5 മിനിറ്റ് എടുക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഇങ്ങനെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇനി ഇതിലോട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് എന്തോരാണോ വേണ്ടത് അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം.
അപ്പം നമ്മൾ നമ്മുടെ മീനിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പെടുക്കുക. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പം ഇനിയിപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ അരപ്പെല്ലാം തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം കൂടി പെറുക്കിടുവാണേ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി ഇതിൻ്റെ മുകളിലോട്ട് 2-3 കറിവേപ്പില തണ്ടും കൂടി ഇട്ട് ചെറു തീയിൽ അടച്ചു വെക്കുകയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് സാൽമൺ തലയ്ക്ക് ടേസ്റ്റ് ഇല്ല, കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി മസാല കൂടുതലാക്കി ഇട്ടിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. കാരണം ആ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നമുക്ക് അതൊന്ന് ബാലൻസ് ആയി പോകണമല്ലോ. അല്ലാണ്ട് നോർമലി നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്കും ഇത്ര മസാല ഉപയോഗിക്കാറില്ല. ഞാനാണേലും നിങ്ങളാണേലും അങ്ങനെ ചെയ്യരുത്. ഇതിനു വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് കേട്ടോ. സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി. ആ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാമേ. നമ്മുടെ പുഴുക്ക് ഇവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. പുഴുക്കിന്റെ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം. നേരത്തെ പറയാനായിട്ട് ഞാൻ മറന്നുപോയ കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പുഴുക്കിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല പരുവായിട്ടുണ്ട്. അത് നമ്മൾ ഊറ്റിയെടുത്ത് കുഴയ്ക്കാനായിട്ട് പോവാണ്. കുഴയ്ക്കാനായിട്ട് ചേർക്കേണ്ട സാധനങ്ങൾ വേറെ ഒന്നുമല്ല, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുഴക്കൽ പ്രോസസ്സിലോട്ട് പോവാണ്. ഈ എല്ലാ സാധനങ്ങളും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ പുഴുക്ക് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉണ്ടാക്കി കഴിഞ്ഞ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് ബാക്കി ഞാൻ കഴിക്കുമ്പോൾ പറയാം. അപ്പോൾ കുഴക്കട്ടെ. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നാട്ടിൽ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ബാലൻസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടായ പുഴുക്കായിരിക്കും ഇത്. കാച്ചിലും ചേനയും ചേമ്പും എല്ലാത്തിൻ്റെയും കൂടി ഇതൊക്കെ എടുത്തിട്ട് കൂട്ടുപുഴുക്ക് പോലെ ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു കൂട്ടുപുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഓരോ കഷ്ണം തപ്പി നമ്മൾ 3 കടയിലാണ് കയറി ഇറങ്ങിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒപ്പിച്ചെടുത്തത്. അപ്പൊ റെഡി ആയോ? നമുക്ക് ഇനി ഇപ്പൊ വെളിച്ചെണ്ണ കറിവേപ്പിലയും കൂടി ഇടാം അല്ലേ? ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നമ്മുടെ പുഴുക്ക് അടച്ചു വെക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം സ്വാദേറിയ പുഴുക്കും നമ്മുടെ മീൻകറിയും ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതും കൂട്ടി നമ്മൾ കഴിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി സെറ്റാക്കി കഴിക്കാനായിട്ട് റെഡിയാക്കാം. കമത്തിക്കൂ. ശരി. ആഹാ, നല്ല ആവി പറക്കുന്ന പുഴുക്കും അതാ മീൻകറി. നമ്മുടെ മീൻകറി കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഇനി നമുക്ക് കഴിക്കാം അല്ലേ? റെഡി? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ആദ്യം കഴിച്ചു. വേണ്ട, നമുക്കൊരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങാം അല്ലേ? സാൽമൺ തലക്കറിയും നമ്മുടെ സ്പെഷ്യൽ പുഴുക്കും കൂടി ചേർത്ത് ഇച്ചിരി മീനും കൂടി എടുത്ത് ബൈറ്റ് എടുത്ത് നോക്കട്ടെ. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ സാൽമൺ തല കൊള്ളത്തില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇത് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നല്ല പുഴുക്കും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. പുഴുക്കും ഇതാ മീൻ, ഞാൻ ചുമ്മാ പറയല്ല, സാൽമൺ മീനിന് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ല അല്ലേ? ഈ സാൽമൺ, ഇത് കിങ് സാൽമൺ കൊള്ളാം, അടിപൊളി. സാധാരണ നമ്മുടെ
കപ്പ മാത്രം എടുത്തൊക്കെ പുഴുങ്ങുന്നതിനേക്കാളും ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ മധുരവും ചേനയല്ല, ഇത് ആക്ച്വലി യെല്ലോ യാമാണ്. അതിന്റെ ടേസ്റ്റും കാച്ചിലല്ലോ ചേമ്പും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും പുഴുക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, വാഴയ്ക്ക് എല്ലാം കൂടി വന്നപ്പോഴും പിന്നെ ഈ നമ്മുടെ കറി ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നല്ല കോമ്പിനേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഭാഗ്യം. തല കൊണ്ടുവന്നപ്പോ എന്നോട് കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും അല്ലെ. അതുവരെ ടാറ്റ ബൈ, സീ യു.